നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെറ്റിക്ക് ഇങ്ങനെ ചുഴന്ന് കുത്തിയിട്ട് ചില സമയത്ത് പൊട്ടുന്ന പോലെയുള്ള വേദന വരും. നെറ്റിക്ക് കുറിനെറ്റിക്കാണ് ഈ വേദന വരണത്. അപ്പം ഈ കുറിനെറ്റിക്ക് വേദന വരുമ്പോൾ കാത് ഊതിപ്പിടിക്കും. എന്നിട്ട് നമ്മൾ കിടന്നു പോകും. ചില സമയത്ത് തല ഒരുതരം പാറ്റണ പോലെ തോന്നാം. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ശരീരത്തിലെ ഒരു കല്ല് പോലെയാ. ശരീരത്തിലൊരു ഇപ്പം നമ്മൾ ചെവിക്കല്ലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിലെ കഠിനമായ ഒരു വസ്തു അതിന് നീർക്കെട്ടലും വീഴ്ചയും ആണ് സംഭവിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ കല്ല് പോലത്തെ കഠിനമായ എല്ലാ വസ്തുക്കളെയും ശരീരത്തിന് ആവശ്യമില്ലാത്തതും രോഗം കാരണം ഉണ്ടായതുമായിട്ടുള്ള കഠിന പദാർത്ഥങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഹല്ലേലൂയ. രോഗികളെ സ്പർശിക്കുന്നതിനെ ഓർത്ത് കർത്താവേക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന. മക്കളെ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ നവീൻ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. 20 വർഷമായി മക്കളില്ലാത്തവർക്ക് ഒരു മരുന്നുമില്ലാതെ അമ്മ തന്നെ നേരിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന അമ്മ സന്നിധാനത്തിലാണ്, അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഈശോനോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയും, നിങ്ങളുടെ ഫയലിൽ നിന്ന് നിങ്ങൾ ക്ലോസ് ചെയ്യരുത്. ഇനി മക്കളുണ്ടാവത്തില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പോലും നിങ്ങൾ പറയരുത്. കൃപാസനത്തിൽ വരുമ്പോൾ ഒന്നും നിങ്ങൾ പറയരുത്. കാര്യം ഇതെല്ലാം രണ്ടാമത് തുടങ്ങാൻ അമ്മയ്ക്ക് കഴിയും. എല്ലാം രണ്ടാമത് തുടങ്ങാൻ. ഏത് വിഷയത്തെ നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്ത് നിർത്തിയ വിഷയങ്ങളാണ്. പരിശുദ്ധ അമ്മ ആ ഫയൽ എടുക്കാൻ പറഞ്ഞാൽ അത് രണ്ടാമത് എടുക്കും. അതുകൊണ്ട് എന്തും നിങ്ങൾക്കിപ്പോഴ് കർത്താവ് ദിവ്യകാരുണ്യം ജ്വലിച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥ ഈശോനോട് പറയാം. ജോലിയായാലും രോഗമായാലും കടമായാലും. എന്നെ പുറത്ത് നിൽക്കുന്നവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഗേറ്റിന് പുറത്ത് നിൽക്കുന്നവരുമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധ അമ്മ വഴി നമ്മ ഈശോനോട് പറയണ ചില കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. കാലത്തിൻ്റെ മേലെ അമ്മയ്ക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് അമ്മ തീരുമാനിച്ചാൽ ഒന്നും കാലഹരണപ്പെടത്തില്ല. അതുകൊണ്ടാണ് 45 കൊല്ലം ഭാഗോടമ്പടി നടക്കാത്തൊക്കെ ഉടമ്പടി നടക്കുമ്പോൾ ഭാഗോടമ്പടിയാകും. 75 കൊല്ലം വഴിയില്ലാത്ത സ്ഥലത്തെ ഉടമ്പടി കെട്ടുമ്പോൾ വഴി വെട്ടി വരൂ. ഇപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മക്കളെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്നവരെ, നെഞ്ചു പൊടിയുന്നവരെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ കഞ്ചാവായിരിക്കാം, ചിലപ്പോൾ അവിടെ പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയ അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ മൊബൈൽ പ്രാന്താകാം, ചിലപ്പോൾ അവിടെ പ്രാർത്ഥനയും വിശ്വാസം പോയ കാര്യമാകാം. അങ്ങനെ മക്കളിങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാര്യമാകാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, മക്കളുടെ മേൽ
അങ്ങ് മക്കളെ നൽകിയതിന് നന്ദി പറയുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മക്കളെ കൊടുത്തുകൊണ്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. മക്കൾ കിട്ടിയതിന്റെ പേരില് വേദന അനുഭവിക്കുന്നവര്, ദുർനടപ്പായിട്ടുള്ള മക്കള്, വിശ്വാസം നഷ്ടപ്പെട്ട മക്കള്, പഠനം നിന്നുപോയ മക്കള്, പലതരത്തില് അവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തില് തകർന്നു പോയ, വഴി പെസുകിപ്പോയ എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ കണ്ണച്ചൊരിയട്ടെ, കർത്താവിന്റെ കണ്ണച്ചൊരിയട്ടെ. പരിശുദ്ധമാതാവേ, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, 90-ാമത്തെ സാറായിക്ക് സന്താനം ലബ്ധി കൊടുത്ത ദൈവമേ, കർത്താവായ ദൈവമേ, വന്ധ്യായ എലിസബത്തിന് സന്താന കൃപ കൊടുത്ത ദൈവമേ, സന്താന രഹിതരെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് സാമ്പത്തികമായ കടങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വരുമാനമാർഗം നഷ്ടപ്പെട്ടവരെ, ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക വിഷമതകളാല് ഞെരുങ്ങുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, കടങ്ങള്, സാമ്പത്തിക നടപടി കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, വരുമാന മാർഗം കുറഞ്ഞു പോയവരെ, ജീവിതത്തിൽ വന്നിട്ടുള്ള വലിയ കാര്യങ്ങൾ നിറവേറ്റാൻ സാമ്പത്തികമില്ലാതെ കുഴങ്ങുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവായ ദൈവമേ, സാമ്പത്തിക ഞെരുക്കമുള്ളവരെ, കർത്താവെ, ബ്ലേഡിലെടുത്ത് തിരിച്ചുവിടാൻ പറ്റാത്തവര്, ലോണിന് അപേക്ഷ കൊടുക്കാൻ പറ്റാത്തവര്, കർത്താവെ, മക്കളെ പഠിപ്പിക്കാൻ പോലും പണമില്ലാത്തവര്, ഞെരുങ്ങുന്നവര്, അധിക വരുമാന മാർഗം കൊടുത്ത് അവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വൈവാഹിക തടസ്സങ്ങള്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള തടസ്സങ്ങള്, തിക്കുമുട്ടലുകള്, സങ്കീർണമായ എല്ലാ ദുരിതങ്ങളും എല്ലാം മാതാവ് മധ്യസ്ഥ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന സമയമാണ്. ആള് കളിക്കാനോ അഹങ്കരിക്കാനോ അല്ല, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയും ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും നിനക്ക് തന്നുള്ള കഴിവുകളെ നീ വളർത്തണം. പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കണം, ഉയർന്നു പോകാൻ കഴിവുള്ളവരൊക്കെ ഉയർന്നു പോകണം. അതുകൊണ്ട് തന്നെ ദൈവതിരുസന്നിധിയിൽ എല്ലാം ചേർത്ത് നൽകുമെന്ന് ഈശോ പറഞ്ഞു അല്ലേ? എല്ലാം ചേർത്ത് നൽകും. നീ ആദ്യം ദൈവരാജ്യത്തെയോ അത് നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ഉടമ്പടി ചെയ്യുന്നവർ അതാണ് ചെയ്യണത്. അവർ ദൈവരാജ്യത്തിനും ദൈവിക ഭരണം ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിൽ വചനം കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളെ അവർ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഭരണം അവരുടെ ജീവിതത്തിൽ പ്രഘോഷിച്ച് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാകുകയാണവരെ, ദൈവരാജ്യത്തിലാകുകയാണവരെ.
ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നു, ബാക്കിയുള്ളത് ഈ സാക്ഷ്യം പറഞ്ഞതെല്ലാം ചേർത്ത് നൽകുന്നതാണ്. നീ തീരുമാനിക്കുക. നാളെ അമ്മയുടെ അൾത്താരയിൽ ഞാനും കയറും, ദൈവത്തെ മഹത്വപ്പെടുത്തും. പറയുക, നാളെ അമ്മയുടെ അൾത്താരയിലെ ഞാനും കയറും. എനിക്ക് ദൈവം നൽകിയ എല്ലാ കാര്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തും. ഓ മഹത്വത്തിന് ദൈവമേ, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജോലിയില്ലാത്ത അവസ്ഥകള്, മക്കളില്ലാത്തവര്, വൈവാഹ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. യേശുവേ, അങ്ങ് നൽകുന്ന കൃപയുടെ പറയുന്നു. കർത്താവേ, കൃപാസന അൾത്താരയിൽ കയറി സാക്ഷ്യപ്പെടുത്തുമാറ് ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം വർഷിക്കണമേ. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളെ ഈ അൾത്താരയിൽ കയറ്റി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഞാൻ 2024 ജൂലൈ 1 തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ അനിയത്തി വഴിയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. ഞാൻ ആദ്യം UK പോകാൻ കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി രമ്യ, അവൾ മാർച്ചിൽ വന്ന് ഉടമ്പടി എടുത്തതിൽ ആദ്യം എടുത്ത നിയോഗം എനിക്ക് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാഴ്ചക്കകം തന്നെ എനിക്ക് UK പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജൂലൈയിൽ നാട്ടിലെത്തി. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ജൂലൈ 31 തീയതി ഞങ്ങൾ UK-യിലെത്തി. 3-4 ദിവസം റൂമിൻ്റെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകുകയും അവിടെ ഒരു കാറ് വാങ്ങാൻ അനുവദിക്കുകയും പിന്നെ മോളുടെ സ്കൂള്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പം നമ്മൾ വളരെ പുതിയ കാര്യങ്ങളായിരുന്നു ഈ പ്രാർത്ഥനകളും എല്ലാം. അതിൻ്റെ ചിട്ടയായ രീതിയിൽ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. അപ്പം അവിടെ വിസയ്ക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പം എന്നോടൊപ്പം ജോലി ചെയ്ത 3 പേർക്കും വിസയ്ക്ക് പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പുതിയ സ്പോൺസർഷിപ്പ് ജോബ് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പം ഹസ്ബൻഡിന് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി വേറൊരു കമ്പനിയിൽ. അപ്പം ഞാൻ ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 22 തീയതി 2025 ഗവൺമെൻറ്റിൽ നിന്നൊരു മെയിൽ വന്നു, നമ്മൾക്ക് ജൂൺ 22 വരെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അതിനുള്ളിൽ പുതിയ സ്പോൺസർഷിപ്പ് കണ്ടെത്തണമെന്ന്. ഞങ്ങൾ ഒരുപാട് ജോബ് നോക്കി. അപ്പം ജൂൺ 19 തീയതി ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഒരു ജോബ് ശരിയായി. അതിനുവേണ്ടി 22 തീയതിക്ക് മുമ്പ് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം എങ്കിലും നമുക്ക് IELTS എഴുതിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹം IELTS എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. ജൂലൈ 25 തീയതി ആദ്യത്തെ ശ്രമം ചെയ്തെങ്കിലും അത് പരാജയപ്പെട്ടു. അപ്പം ഓഗസ്റ്റ് 3 തീയതി ജോസഫ് അച്ഛൻ അവിടെ UK-യിൽ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 തീയതി 4 തീയതിയും അച്ഛൻ്റെ 3 തീയതിയും അവിടെ 3 ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റി. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഡയറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റി. ആദ്യത്തെ തവണ തീർത്ഥാടന ഉടമ്പടിക്ക് ഇവിടെ വന്ന സമയത്ത് 1 മാസം ഉണ്ടെങ്കിലും നമുക്കന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു വലിയ വിഷമമായിരുന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ അച്ഛൻ അപ്രതീക്ഷിതമായി UK-യിൽ വരികയും ഞങ്ങൾക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് നേരിട്ട് കിട്ടുകയും അവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം ഓഗസ്റ്റ് 9 തീയതി ഹസ്ബൻഡിന് ഒരു സർജറി ഉണ്ടായിരുന്നു, അവിടെ ഹെർണിയയുടെ സർജറി. അതിനുശേഷം ഓഗസ്റ്റ് 22 തീയതിയായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. 21 തീയതിയിലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും 3 പ്രാവശ്യം എഴുതിയപ്പോഴും അദ്ദേഹത്തിന് IELTS ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 22 തീയതി ഡേറ്റ് കഴിഞ്ഞു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും മാതാവിൽ വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ, അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് പോന്നു. അതിൽ 4ാമത്തെ എക്സാമിന് റിസൾട്ടിൽ അദ്ദേഹത്തിന് എല്ലാം ക്ലിയർ ചെയ്യുകയും ആ ഡോക്യുമെൻ്റ് 28 തീയതി ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് ബയോമെട്രിക്സിന് സെപ്റ്റംബർ 1 തീയതി കൊടുത്തു. 7 ദിവസത്തിനുള്ളിൽ 3 വർഷത്തെ വിസ മാതാവ് ഞങ്ങൾക്ക്
സ്റ്റാമ്പ് ചെയ്ത് തന്നു. 3 വർഷത്തെ UK വിസയിൽ ഹസ്ബൻഡിന് സ്പോൺസർഷിപ്പോടെ കിട്ടുകയും ഞാനും മോളും അവിടെ ഡിപ്പെൻഡൻ്റായി ഞങ്ങൾക്ക് അവിടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. 9 ദിവസത്തിനുള്ളിൽ. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിട്ടായിരുന്നു നമുക്കത് മനസ്സിലായത്. കാരണം ഞാൻ എൻ്റെ വിസയിൽ അവിടെ പോയി. ഒരിക്കലും ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ എനിക്കൊരു നല്ല ജോലിയിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഒരിക്കലും അത് സാധ്യമാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പം അതൊരു നടക്കാത്ത ഒരു കാര്യം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തന്നു. ഈ ഉടമ്പടി ഇത്രയും പ്രോബ്ലംസ് നടക്കുമ്പം ഞാൻ ഏപ്രിൽ 22-ാം തീയതി ആയിരുന്നു നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് മെയിൽ വന്നത്. ആ സമയം തൊട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 9-ാം തീയതി എനിക്ക് വിസ വരുന്നിടം വരെ ഞാൻ ഒരു ദിവസം ഒരു നേരം മാത്രം രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. കാരണം അച്ഛൻ പല സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനത്തിൽ, നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും കൂടുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൂടുതൽ ചെയ്യണം, എന്തൊക്കെ പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യണമെന്ന്. അപ്പം അതനുസരിച്ച് ഞാൻ മാതാവിൻ്റെ വണക്കമാസം മുതലാണ് ആദ്യം 1 മാസം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് തോന്നി മാതാവ് എനിക്ക് വിസ തന്നിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു. പകൽ മൊത്തം ഉപവാസം എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ സെപ്റ്റംബർ 9-ാം തീയതി വിസ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം 3 ദിവസം മാത്രം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചത്. അച്ഛൻ്റെ ധ്യാനത്തിന് UK പോയ ആ 3 ദിവസം അവിടുത്തെ ഉച്ചഭക്ഷണം മാത്രമായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. അപ്പം സെപ്റ്റംബർ 5-ാം തീയതി എല്ലാവർക്കും അറിയുന്ന പോലെ ഓണമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഇന്നെങ്കിലും ബയോമെട്രിക്സിന് കൊടുത്തിട്ട് ഇന്നെങ്കിലും എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ മാതാവിന് ഞാൻ ഓണസദ്യ വീട്ടിൽ ഒരുക്കി ഉച്ചവരെ കാത്തിരുന്നു അന്ന് വിസ കിട്ടുമെന്ന്. പക്ഷേ അന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അന്നും സദ്യ ഒരുക്കി അമ്മയ്ക്ക് വെച്ചിരുന്നെങ്കിലും ഞാൻ വൈകുന്നേരമാണ് ഞാനും ഏട്ടനും വൈകുന്നേരമായിരുന്നു ഭക്ഷണം കഴിച്ചത് ഓണസദ്യ. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിസ കിട്ടിയത്. അതിനുശേഷം അവിടെ ഒരു ഓണം പ്രോഗ്രാമിന് എല്ലാ വിഭവങ്ങളോടും കൂടി ഒരു സദ്യ, അത് കഴിഞ്ഞുള്ള ശനിയാഴ്ച എനിക്ക് കഴിക്കാൻ പറ്റി. ഓണസദ്യ അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഈ സമയത്ത് ഞാൻ കൂടുതൽ ചെയ്ത പ്രാർത്ഥനകൾ ജൂലൈ മാസം തൊട്ട് 1000 മണി കൊന്ത ഞാൻ ചൊല്ലാൻ തുടങ്ങിയിരുന്നു. അത് ജപമാല എനിക്ക് വലിയൊരു ബലമായിരുന്നു. ശരിക്കും വളരെ സ്ട്രെസ്സായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയിരുന്നെങ്കിലും മാതാവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് മനസ്സിന് ഭയങ്കര ബലം കിട്ടുന്നുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരുന്നു നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഓരോ സാഹചര്യത്തിൽ വരുമ്പോഴും നമുക്ക് തോന്നും, ഓക്കെ അമ്മ എല്ലാം കരുതുന്നുണ്ട്, അമ്മയ്ക്കൊരു പ്ലാൻ ഉണ്ടാവും, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കരുതലുണ്ടാവുമെന്ന്. ഞാൻ വളരെ പ്ലാനോടുകൂടി കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു. നമുക്ക് UK പോയി ഇങ്ങനെ കാര്യങ്ങൾ വരും, അപ്പോൾ അത് മാതാവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ലൈഫിൽ നടന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അമ്മ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. ഈ കഴിഞ്ഞ 1 വർഷം ഞാൻ ജോലിക്ക് വേണ്ടി നോക്കി. അപ്പം ജാനുവരിയിൽ മാതാവിൻ്റെ ഒരു ഇൻഡ്യൂഷൻ വന്ന് ഞാൻ അവിടെ ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത ഒരു രീതിയിലുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് എനിക്കൊരു വർക്ക് വരാൻ തുടങ്ങി. അതിനുവേണ്ടി ഞാൻ ഡിപ്പെൻഡൻ്റ് ആയി നിന്നാൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മാതാവ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ജോബ് കൊടുത്തതും എന്നെ ഡിപ്പെൻഡൻ്റ് ആക്കിയതും. ഇന്ന് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. അതിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിൽ സമർപ്പിക്കുന്നു. ഇന്ന് അമ്മ മാതാവ് എന്ത് കാര്യങ്ങളും നടത്തുന്നു, ചിന്തിപ്പിക്കുന്നു, മനസ്സിലാക്കി തരുന്നു. അതനുസരിച്ചാണ് ഞങ്ങളുടെ 3 പേരുടെയും ജീവിതം പോകുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവിടെ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ നാട്ടിൽ അമ്മയ്ക്ക് എല്ലാ ആഴ്ചയിലും 10 പേർക്ക് വീതം ഫുഡ് കൊടുക്കുന്ന രീതിയിൽ പൈസ അയച്ചു കൊടുക്കുകയും അമ്മ ഇവിടെ പൊതി വാങ്ങി കോട്ടയത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു ഫാമിലിക്ക് കൃത്യമായ ഒരു എമൗണ്ട് നമ്മളെല്ലാ മാസവും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പത്രം അമ്മ വാങ്ങിച്ച് നമുക്കവിടെ കൊറിയർ ചെയ്ത് തരും. അപ്പം നമ്മളവിടെ എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും നമ്മളവിടെ എല്ലായിടത്തും കൊടുക്കും. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ ഇപ്പോൾ വന്നത് ഒരു 2 ആഴ്ചത്തേക്ക് മാത്രമാണ് വന്നത്. ഈ സാക്ഷ്യം പറയാനും
പിന്നെ ജപമാല റാലിക്ക് വേണ്ടി പങ്കെടുക്കാൻ ഞങ്ങൾ 3 പേരും പങ്കെടുക്കാൻ കഴിഞ്ഞ 1 മാസമായിട്ട് നോയമ്പെടുത്ത്, മോൾ ഉൾപ്പെടെ നോയമ്പെടുത്തിട്ട് ഞങ്ങൾ മാതാവിനോടുള്ള നന്ദി അറിയിക്കാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ UK നിന്ന് വന്നത്. നേരിട്ട് ഇന്നലെ എത്തിയത്. ഇന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ഈശോയ്ക്കും മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ നിൽക്കാൻ വളരെ സന്തോഷവും ബഹുമാനവും തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. എനിക്ക് കൂടുതലായെന്ന് പറയാം, രാജു ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രത്യേകം പറയാനുള്ളൂ. ജോസഫത്തിന് അവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഹെർണിയയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോസഫിനെ ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ ജോസഫിന് തൈലം തന്നിട്ട് എൻ്റെ ഈ തള്ളവരിൽ തൈലം തൊട്ടിട്ട് പറയും, നീ അവിടെ 8 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെയ്തിട്ട് കുരിശ് വരയ്ക്കണമെന്ന്. അപ്പം ഞാൻ അതുപോലെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് എനിക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനതിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പം മാതാവിനോട് ചോദിച്ചു. അപ്പോൾ പിന്നെയാണ് എനിക്കത് മനസ്സിലായപ്പോൾ നമ്മൾ ഇവിടെ പ്രേയറിന് എന്തിനെന്ന് ചോദിക്കില്ല, ഞാൻ അത് നിന്റെ നന്മയ്ക്കായി കരുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് എനിക്ക് കറക്റ്റായിട്ടും എനിക്ക് ശരിക്കും ആ സർജറി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സർജറിയുടെ ഒരു പേപ്പറാണ് എൻ്റെ വിസയ്ക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് ആ സർജറി എൻ്റെ നടക്കേണ്ടി വന്നത്. 22-ാം തീയതി ജൂൺ 22-ാം തീയതി എൻ്റെ സർജറി നടക്കേണ്ടതിന് ഒരു ഓഗസ്റ്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആ പേപ്പർ എനിക്ക് വളരെയധികം ആവശ്യമായിരുന്നു. വിസ സ്റ്റാമ്പിങ്ങിന് നമ്മൾ ഒരു കാരണവശാലും പിറുപിറുക്കേണ്ട കാര്യം, എന്തിനും അതിനെ ഒരു ന്യായമുണ്ട്. കറക്റ്റ്. അതുകൊണ്ടാണ് എനിക്ക് ആ സർജറി നടക്കേണ്ട വന്നത്. ആ പേപ്പർ കിട്ടിയോണ്ട് മാത്രം വിസ സ്റ്റാമ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് സാധിക്കേണ്ടി വന്നു. അത്രമാത്രം എനിക്ക് പറയുന്നുള്ളൂ. വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ വന്ന് ഇനി ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുമാറുണ്ട്. എല്ലാവർക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുമാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലൈജുലാൽ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഇവിടെ നിന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ വഴി എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത 2023 ആയപ്പോഴേക്കും പരിശുദ്ധ അമ്മ 23 ലാസ്റ്റിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആലുവയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിൻ വെച്ച് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സഹായമില്ലാതെ ഞാനിങ്ങനെ നടക്കുന്നത് പോലെ എനിക്കെപ്പോഴും തോന്നും. അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് കാശുരൂപം കിട്ടുമെന്ന് ചോദിച്ചു ഇവിടെ വന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കാശുരൂപത്തിൻ്റെ ചെറിയ ഒരു കഷ്ണമെങ്കിലും ഉണ്ടെങ്കിൽ കാശുരൂപം തരാം, അല്ലാതെ നിങ്ങൾക്ക് കാശുരൂപം തരാൻ പറ്റില്ല. പുതിയ ഉടമ്പടി എടുത്താലേ നിങ്ങൾക്ക് ഇനി കാശുരൂപം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് 2024 മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഡിസംബർ 7-ാം തീയതി വന്നു. ഞാൻ എൻ്റെ ഉടമ്പടി പുതിയതായിട്ടെടുത്തു. കാശുരൂപം കിട്ടാൻ വേണ്ടി മാത്രം പുതിയതായിട്ട് എടുത്ത്. അപ്പോഴേക്കും എനിക്ക് സാമ്പത്തികമായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പം 10 വർഷത്തിന് മുമ്പ് ഒരു വിസ തട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രമാണം ബോണ്ട് വെക്കേണ്ടി വന്നു. ഞങ്ങൾക്കൊരു ഏജൻസി വഴി ഞങ്ങളുടെ പൈസ, വേറെ 2-3 പേർക്കുള്ള പൈസ ഞങ്ങൾക്ക് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ 2-3 പേരെ ഞങ്ങൾ പൈസ ഏൽപ്പിച്ചു. ആ പൈസ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു. ആ വിസ ശരിയായി നമുക്ക് ടിക്കറ്റ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ദിവസം ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് അയാൾ ഫോൺ എടുക്കാതെയായി. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ വിസ തട്ടിക്കലിൽ പെട്ടു ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ വിശ്വസിച്ച് തന്ന ആൾ ഞങ്ങളുടെ പൈസ കയ്യിൽ തരുമ്പോഴേക്ക് ഞങ്ങളോട് പറഞ്ഞ്, ഞങ്ങളുടെ ലാസ്റ്റ് മാർഗ്ഗമാണിത്, ഇനി ഞങ്ങൾക്കൊരു മാർഗ്ഗം ഇല്ലാതാണ് ഇത് തരുന്നതിൽ, ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്നും പറഞ്ഞാണ് ഞങ്ങളെ വിശ്വസിച്ച് തന്നത്. ഞങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ പ്രമാണം കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്ന പൈസ ഞങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തു. ഞങ്ങൾ ഒരു ബന്ധു ഒഴികെ ബാക്കി എല്ലാവർക്കും ഞങ്ങൾ പൈസ തിരിച്ചു കൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. 2 പ്രാവശ്യം മാത്രമേ ഞങ്ങൾക്ക് ആ ബാങ്കിൽ വെച്ച് പൈസയുടെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് പറ്റിയിട്ടില്ല. ഒരു 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2024 വന്ന് ലോൺ പുതുക്കിയതിന് ശേഷം, ഉടമ്പടി പുതുക്കിയതിന് ശേഷം
ഞങ്ങൾക്ക് അവിടെ നിന്ന് ബാങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 13 ലക്ഷത്തിന് മുകളിൽ ബാങ്കിൽ ബാധ്യതയുണ്ട്, പക്ഷെ നിങ്ങളിപ്പോൾ വന്ന് 3.5 ലക്ഷം രൂപ അടച്ചാൽ നിങ്ങളുടെ പ്രമാണം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്താ മാതാവ് ഒരു മാർഗം. പക്ഷെ അവർ ഡേറ്റ് കഴിഞ്ഞപ്പോഴും വന്ന് ഞങ്ങളുടെ വീടിൻ്റെ വസ്തുവിനകത്ത് ബോർഡ് വെച്ചിട്ട് പോയി, ഈ വസ്തു ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ആകെ വീട്ടിലും അച്ഛനും അമ്മമാർക്കും ഒക്കെ ഒത്തിരി സങ്കടമായി. ഈ ബോർഡ് കണ്ട് നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ബോർഡ് നോക്കിയിട്ട് ഞങ്ങളെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ അവരെ കളിയാക്കുന്ന രീതിയിൽ നോക്കിയിട്ടൊക്കെ പോയി. അവർക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ ഞങ്ങൾ വിഷമത്തിൽ അമ്മയോടൊക്കെ പറഞ്ഞ് സാരമില്ല, പോകുന്നെങ്കിൽ പോട്ടെ എന്ന് ഞങ്ങൾ പറയുന്നെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പനും അമ്മമാരെയും കൂട്ടി ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകും, അവരുടെ കുടുംബ സ്വത്താണ്, അപ്പോൾ എന്തോ ചെയ്യും, ഞങ്ങളെ വിഷമിച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു മാർഗവും, ഒരു 1000 രൂപയുടെ മാർഗം പോലും ഇല്ല ബാങ്കിൽ അടയ്ക്കാനായിട്ട്. അപ്പം എൻ്റെ മൂത്ത ആളെ വിളിച്ച് പറഞ്ഞു, അവൻ വഴി അമ്മ ബാങ്കിൽ പൈസ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ മുൻകൈ എടുത്ത് പൈസ 3.5 ലക്ഷം അതെങ്ങനെ ഒപ്പിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവൻ്റെ ബാങ്കിൻ്റെ പൈസ എടുത്ത് ആ പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ പൈസ അടച്ച് ആ പ്രമാണം തിരിച്ചെടുത്തു. അത് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി മാത്രമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ഞങ്ങൾ ഒരു 25,000 രൂപ കടമായിട്ട് വാങ്ങിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്, ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്. പക്ഷേ 1 മാസം പറഞ്ഞാണ് ഞങ്ങൾ ആ പൈസ വാങ്ങുന്നത്. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ പൈസ വാങ്ങിക്കാൻ തിരിച്ചു വരാൻ തുടങ്ങി. ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പം ചേട്ടനാണെങ്കിൽ അയാളെ ഫേസ് ചെയ്യാൻ വയ്യ, അടുത്ത സുഹൃത്താണ്, ഒന്നും സംസാരിക്കാൻ വയ്യ. ഇയാൾ ഭയങ്കര ദേഷ്യത്തിലാണ് വന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ പുള്ളി എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ എനിക്ക് അയാളോട് സംസാരിക്കാൻ വയ്യടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ ഒറ്റയ്ക്കായി, വീട്ടിൽ ആരുമില്ല. വീട്ടിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് കരഞ്ഞു കിടക്കുകയാണ്. ഡോറെല്ലാം അടച്ചിട്ട് പുള്ളി എപ്പോൾ വരും എന്നൊരു വിഷമിച്ചിങ്ങനെ എനിക്ക്. ഒരു പ്രാവശ്യം വന്നിട്ട് പോയി, വീട്ടിൽ വന്നിട്ട് പോയി. ഇപ്പോഴും ഞാൻ വീടിനകത്തുണ്ട്, ഞാൻ കതവ് തുറന്നില്ല. അങ്ങനെ ഞാൻ മാധവനോട് ഇങ്ങനെ, മാധവ് എന്താ എന്നോട് ഇങ്ങനെ കാണിക്കണം, ഞാൻ ആരും ഒരു ദ്രോഹവും ചെയ്തിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരണേ മാധവ് എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ കരഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വന്നിട്ട് എന്നെ ഒരു സ്ത്രീ സ്വരം ലൈജു എന്ന് വിളിച്ച്, ഞാൻ ദൂരെ നല്ല മധുരമായ ഒരു സ്വരത്തിൽ ഇങ്ങനെ എൻ്റെ പേര് വിളിച്ചു. ഞാൻ എട്ടെന്ന് എഴുന്നേറ്റ് ചാടിയിടിട്ട് മാതാവ് എന്നെ, വേറെ ആരും ഇവിടെ ഇല്ല, എന്നെ മാതാവ് എന്ന് വിളിച്ചല്ലോ, എന്നിട്ടും എനിക്ക് പൈസ വെക്കുന്നില്ലല്ലോ മാതാവേ എന്നിങ്ങനെ മാതാവിനോട്, മാതാവേ നീ എന്നെ വിളിച്ചല്ലോ പേര്, പക്ഷെ എൻ്റെ പൈസ എനിക്ക് കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, അമ്മ കൊടുക്കാനുള്ള പൈസ ആയിട്ടുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഇപ്പം തന്നെ ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരാമെന്ന്. അതെൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ സാധിച്ചെന്ന വലിയ അനുഗ്രഹമാണ്. അതുവഴി എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധിയുടെ കാലത്തെല്ലാം മാതാവ് എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്തറിഞ്ഞ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഹരിതകർമ്മസേനയുടെ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു വാർഡിൽ മൊത്തം ഞാൻ പോകും. അപ്പോഴും പോകുന്ന വഴിയിലെല്ലാം ചിലരെന്നെ കളിയാക്കുമെങ്കിലും ചിലർ വാങ്ങിച്ചിട്ട് വേണ്ടാന്നൊക്കെ പറയുമെങ്കിലും ഞാൻ എൻ്റെ പത്രം കൊണ്ടുവന്ന് അവിടെ എല്ലാ വീടുകളിലും, ഹിന്ദുക്കളുടെ വീടുകളിലും ക്രിസ്ത്യാനികളുടെ വീടുകളിലും എല്ലാ വീടുകളിലും ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, ഞാൻ ഈ യൂട്യൂബ് വഴി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ രോഗികളായിട്ടുള്ളവർക്ക് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എന്നാൽ ഒക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. ആരെങ്കിലും വിളിച്ച് സഹായം ചോദിക്കുകയാണെങ്കിൽ എന്നെ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും പ്രാർത്ഥനയിലൂടെ രാവിലെ എഴുന്നേറ്റ് ഒരിക്കലും ഞാൻ പ്രാർത്ഥന ഉടമ്പടിയിലായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ അച്ഛൻ്റെ ടോക്കുകളും എല്ലാം സാക്ഷ്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി കേൾക്കും, അതിനനുസരിച്ച് ജീവിക്കും. എൻ്റെ മാതാവ് തന്ന എല്ലാ തിരുക്കുമാർ വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.